ഇതൊക്കെ ഞാൻ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ പറഞ്ഞു തരട്ടെ. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നിലവിൽ നമ്മുടെ മാർക്കറ്റ് കറക്ഷൻ ഫേസിലാണ്. പല നല്ല സ്റ്റോക്കുകളും 40-50% ഡിസ്കൗണ്ടിൽ വാങ്ങാൻ പറ്റും. സോ എത്രയും പെട്ടെന്ന് ഈ ഒരു അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്തോ. ഇമാതിരി അഡ്വൈസുകൾ കണ്ണുമൂട്ടി വിശ്വസിക്കാനുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളും അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി ചെല്ലാൻ പോണത് വലിയൊരു ട്രാപ്പിലേക്കാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ കുടുക്കാനായി വെച്ചിട്ടുള്ള വലിയൊരു ട്രാപ്പിലേക്ക്. ഒരു സ്റ്റോക്ക് 40% ഡൗൺ ആയി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് മാറുന്നില്ല. കാരണം സ്റ്റോക്കിന്റെ പ്രൈസ് 2 കാരണങ്ങൾ കൊണ്ട് ഡൗൺ ആവാം. ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റിൽ വരുന്ന ടെമ്പററി ആയിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പോൾ നിലവിലെ വാർ സിറ്റുവേഷൻ പോലെ കാരണങ്ങൾ കൊണ്ട് സ്റ്റോക്ക് വീഴാം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോഴും സ്റ്റോക്ക് വീഴാം. ആൻഡ് ഈ ഒരു കാരണം കൊണ്ടാണ് ആ സ്റ്റോക്ക് എങ്ങാനും വീണിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെയൊന്നും ആ ഒരു സ്റ്റോക്ക് റിവേഴ്സ് കയറില്ല. നിങ്ങളുടെ റിസൾട്ട് എന്താവും? ലോസ് മാത്രം. സോ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് 40% ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ സ്വയം ഈ ഒരു ചോദ്യം ചോദിക്കുക, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണത് ഓപ്പർച്യൂണിറ്റിയിലാണോ അതോ ആരുടെയെങ്കിലും എക്സിറ്റിലാണോ എന്നുള്ളത്.